അല്ല ചേച്ചി, ഈ ഫോണ് കുത്തി കളിച്ചോണ്ടിരുന്നാൽ മതി, നമുക്ക് ഷൂട്ട് തുടങ്ങണ്ടേ? എടാ ഞാൻ ഇന്നലത്തെ ആ പരിപാടിയുടെ ഫോട്ടോ ഒന്ന് പോസ്റ്റ് ചെയ്തോട്ടെ ഫേസ്ബുക്കിൽ. എന്ത് പരിപാടി? ഇന്നലെ ഞാൻ കോഴിക്കോട് ഒരു പ്രോഗ്രാമിന് പോയില്ലേ, അതിൻ്റെ ഒരു ഫോട്ടോ. ഫേസ്ബുക്കിലാണോ പോസ്റ്റ് ചെയ്യണേ? നമ്മുടെ ഫേസ്ബുക്ക് അല്ലേ, നമ്മൾ എവിടെയെങ്കിലും പോയാൽ അത് 4 പേര് അറിയാം എന്നുള്ളതൊക്കെ ഒരു സന്തോഷമല്ലേ. അത് പിന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്താലേ 4 പേര് അറിയൂ. അത് പറഞ്ഞപ്പോഴാ ഇന്ന് ഫേസ്ബുക്കിന്റെ 20ാം വാർഷികല്ലേ? 20 വർഷമായോ നമ്മുടെ ഫേസ്ബുക്ക് വന്നിട്ട്? ചേച്ചി എന്നാ ഫേസ്ബുക്ക് തുടങ്ങിയേ? ഞാൻ 2010 ഏപ്രിലാന്ന് തോന്നുന്നു. നമ്മളിങ്ങനെ ഫസ്റ്റ് ഫോട്ടോ ഇടയ്ക്ക് കുത്തിപ്പോക്കുമല്ലോ. അപ്പോൾ 2010 ഏപ്രിലാണ് ഞാൻ ആദ്യമായിട്ട് ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ ഇടുന്നത്. നീ ഫേസ്ബുക്കിലുണ്ടോ? ഞാന് 10ാം ക്ലാസ് പഠിക്കുമ്പോ. നിയമവിരുദ്ധം സുക്രണനെ അറിയിക്കണം. അല്ല, അന്ന് അങ്ങനെ ഉണ്ടായിരുന്നില്ല, പിന്നീടാണ് സുക്രണന നിയമം കൊണ്ടുവന്നത്. അല്ല, ഈ ഫേസ്ബുക്ക് കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് എന്താ പറയാ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ലേ? ഉറപ്പായിട്ടും. എനിക്ക് വേണം ഇപ്പോൾ സാധാരണ എല്ലാവർക്കും ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ. നമുക്ക് നെറ്റ്വർക്കിംഗ്, ഫ്രണ്ട്സ്. ഇപ്പം ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാരൊക്കെ നമ്മളൊക്കെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഫേസ്ബുക്ക് കൂടെയാണ് നമുക്കൊക്കെ കൂടുതൽ ആൾക്കാരുമായിട്ട് കണക്റ്റഡ് ആവാനും ഒക്കെ. നമ്മൾ സ്ക്രീനിൽ നിൽക്കുമ്പോഴും നമുക്ക് പുറത്തുള്ള മനുഷ്യന്മാരുടെ ഒരു വൈബൊക്കെ അറിയാൻ പറ്റുന്നത് പലപ്പോഴും ഫേസ്ബുക്ക് ഉള്ളപ്പോഴായിരുന്നു. പക്ഷേ എനിക്ക് അങ്ങനെ അധികം ആർക്കും ഇല്ലാത്തൊരു എക്സ്പീരിയൻസ് എനിക്കുണ്ട്. അത് ഞങ്ങൾ ഫേസ്ബുക്കിൽ ഒരു 9 ഫ്രണ്ട്സ് കൂടി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതായത് ഫേസ്ബുക്ക് ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഒരിക്കലും പരിചയപ്പെടില്ല. ഫേസ്ബുക്ക് കൂടെ കണ്ട് പരിചയപ്പെട്ട് ഞങ്ങൾ എല്ലാവരും കൂടി അവിയൽ എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയ അപൂർവ ഫേസ്ബുക്ക് അനുഭവം എനിക്കുണ്ട്. ലക്ഷ്മിച്ചിക്ക് അങ്ങനെ അപൂർവമായിട്ടുള്ള അനുഭവം എന്തെങ്കിലും ഉണ്ടോ? അത്യാവശ്യം ട്രോള് കിട്ടിയിട്ടുണ്ട്. പിന്നെ വേറൊരു ലെവലിലേക്ക് പോകുന്ന ബുള്ളിങ്ങിലേക്ക് പോയിട്ടുണ്ട്. അതിൻ്റെ പേരിൽ കേസിന് പുറകെ നടക്കേണ്ടി വന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും എനിക്ക് ഫേസ്ബുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫേസ്ബുക്ക് കൊണ്ട് ഉറപ്പായിട്ടും ഒരുപക്ഷെ എനിക്കും ശ്രീജയ്ക്കും ഒക്കെ നമ്മുടെ ഒരു ജനറേഷന് അപ്പുറത്തുള്ള വാർത്താ അവതാരകർക്കോ ജേർണലിസ്റ്റുകൾക്കോ ഒക്കെ കിട്ടാത്ത തരത്തിലുള്ള ഒരു ഹൈപ്പ് നമുക്കൊക്കെ കിട്ടുന്നത് ഒരു പക്ഷേ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം, അതിൽ പ്രധാനമായും ഫേസ്ബുക്ക് ഉള്ളതുകൊണ്ട് തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഈ സ്റ്റുഡിയോയ്ക്കകത്ത് മാത്രം ഇരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നിട്ടുണ്ടല്ലോ നമുക്കൊക്കെ. അപ്പോൾ അവിടെ നമുക്ക് മറ്റുള്ളവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനൊക്കെ ഉള്ളൊരു സ്പേസ് ഫേസ്ബുക്ക് തന്നെയാണ്. ഇപ്പോൾ ഒരു സമയത്ത് നമ്മുടെ ഈ ഫേസ്ബുക്ക് അക്കൗണ്ടുകളൊക്കെ അടിച്ചു പോകുന്നൊരു സന്ദർഭം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? നന്നായിട്ടുണ്ട്. അതായത് ഞാൻ വളരെ വളരെ കാത്തുകാത്തിരുന്നൊരു ഞാൻ ഒരു ഷോർട്ട് ഫിലിം ഇറക്കാനായിട്ട് ഇരിക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്വാഭാവികമായി നമ്മൾ അതിൻ്റെ പ്രൊമോഷൻ പ്രതീക്ഷിക്കുന്നത്, നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫേസ്ബുക്കിലായിരുന്നു. അങ്ങനെ എല്ലാം കാത്തുകാത്ത് വന്ന് എല്ലാവരോടും കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുമ്പോൾ അതാ പോകുന്നത് എൻ്റെ ഫേസ്ബുക്ക്. പോയ കാര്യം വേറൊന്നുമല്ല, ഞാൻ പഴയ എൻ്റെ മെയിൽ ID അപ്ഡേറ്റ് ചെയ്തു അതിനകത്ത്. അപ്പം ഫോൺ നമ്പറും പഴയതായിരുന്നു കിടന്നത്. ഇത് രണ്ടും കൂടി പോയപ്പോൾ ഉണ്ടായ പ്രശ്നമായിരുന്നു, ടെക്നിക്കൽ ഇഷ്യൂ ആയിരുന്നു. പിന്നെ പ്രത്യേകിച്ച് പുതിയൊരു ഫേസ്ബുക്ക് ID തന്നെ തുടങ്ങേണ്ടി വന്നു. പക്ഷേ വേറൊരാളുടെ ഹെൽപ്പോടുകൂടി എനിക്ക് വേഗം അത് തിരിച്ചു കിട്ടി. മാത്രമല്ല, ഞാൻ പറയാം, ലക്ഷ്മിയുടെ സങ്കടം കാരണം ഒരു സമൂഹം മുഴുവൻ ഇറങ്ങി ലക്ഷ്മിയുടെ കണ്ണീർ കാണാൻ വയ്യ, ഫേസ്ബുക്ക് പോയി എന്നുള്ള കരച്ചിൽ കാണാൻ വയ്യാതെ കൂട്ടത്തോടെ എല്ലാവരും കൂടെ ഇറങ്ങി ലക്ഷ്മിക്ക് ആ അക്കൗണ്ട് തിരിച്ചെടുത്ത് കൊടുക്കേണ്ടത് സമൂഹത്തിന്റെ ആവശ്യമായി. എല്ലാ ദിവസവും കരച്ചിൽ പോസ്റ്റായിരുന്നു. എൻ്റെ മോങ്ങലായിരുന്നു, അയ്യോ എൻ്റെ ഫേസ്ബുക്ക് പോയി, എനിക്ക് ഇന്ന് ഇത്രയും ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു, അതായിരുന്നു എൻ്റെ വസുവിൻ്റെ കൂടെ ഞാൻ തുടങ്ങിയ വസു. എൻ്റെ മോൻ ജനിച്ച അതിനൊപ്പമാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഫേസ്ബുക്കും തുടങ്ങിയത്. എൻ്റെ മോൻ്റെ വളർച്ച പോലെയാണ് ഞാൻ അതിനെ കാണുന്നത്. 13 വർഷത്തെ നമ്മുടെ ജീവിതം, അതിൻ്റെ ഒരു എന്താ പറയുക ക്രോസ് സെക്ഷൻ അതിലുണ്ട്. 13 വർഷം കൊണ്ട് ഇപ്പം എനിക്കും ലക്ഷ്മിക്ക് ഏതാണ്ട് ലക്ഷ്മി 2010 മാർച്ച്, ഞാൻ ഏപ്രിൽ. അതായത് ഞങ്ങൾക്ക് ഒരേ സമയമാണ് ഞങ്ങൾ ഫേസ്ബുക്കിൽ വന്നിട്ടുള്ളത്. അന്ന് തൊട്ട് നമുക്ക് എന്തൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. നമ്മുടെ ചെറിയ ചെറിയ നേട്ടങ്ങൾ, നമ്മുടെ സന്തോഷങ്ങൾ, നമ്മുടെ സങ്കടങ്ങൾ, ഇതൊക്കെ അവിടെ കിടക്കുക റെക്കോർഡായിട്ട്. പിന്നെ ഫാമിലി പോലെ ഒരു പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ലോകത്തിൻ്റെ ഏതോ ഭാഗത്ത് കിടക്കുന്ന ഫേസ്ബുക്ക് ഇല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും കണ്ടുമുട്ടില്ലെന്ന് വിചാരിക്കുന്ന ചില മനുഷ്യന്മാർ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സുഹൃത്തുക്കളോ കുടുംബം പോലെയൊക്കെ ആയി മാറിയ അനുഭവങ്ങളുണ്ട്. ഞാനിപ്പം ശ്രീജ ശ്യാമാണല്ലോ. ശ്രീജ ശ്യാമായി മാറിയത് ഫേസ്ബുക്ക് കാരണം. അന്ന് ഫേസ്ബുക്കിൽ കയറുമ്പോൾ ഒരു സ്റ്റൈലുള്ള പേര് വേണമെന്ന് വിചാരിച്ച് കല്യാണം കഴിഞ്ഞാൽ അധികമൊന്നും ആയിട്ടില്ല. അപ്പോൾ ആ പുതുമോടിയിൽ ഭർത്താവിൻ്റെ പേര് കൂടെ വെച്ച് നമ്മളൊരു ശ്രീജ ശ്യാം എന്നുള്ളൊരു അക്കൗണ്ടൊക്കെ ഉണ്ടാക്കി. ഫേസ്ബുക്കിലുള്ളവരാണ് നമ്മളെ കൂടുതൽ അറിയുന്നത്. നേരിട്ട് ഞാൻ ശ്രീജ എന്നാണ് എൻ്റെ പേരെന്ന് അറിയുന്നതിനൊക്കെ കൂടുതൽ ആളുകൾക്ക് അറിയാവുന്നത് ശ്രീജ ശ്യാം എന്നുള്ള പേരാണ്. അപ്പം പിന്നെ സ്വാഭാവികമായി ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ഞാനും സ്വയം പ്രഖ്യാപിച്ചു ഞാൻ ശ്രീജ ശ്യാം. അപ്പം പേര് പോലും ഫേസ്ബുക്ക് കാരണം വന്നൊരാളാണ് ഞാൻ. ഇതേപോലെ എന്താ പറയാ സുഹൃത്തുക്കളെ കിട്ടിയെന്ന് ശ്രീ ചേച്ചി പറഞ്ഞല്ലോ, അതേപോലെ ലക്ഷ്മി ചേച്ചിക്ക് അങ്ങനെ വല്ല അനുഭവം ഉണ്ടോ?
ഉറപ്പായിട്ടും ഫേസ്ബുക്ക് കാരണം തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ള സുഹൃത്തുക്കളുണ്ട്. ഫേസ്ബുക്കിലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒരിക്കലും കാണില്ല. വേറെ ഏതൊരു പ്ലാറ്റ്ഫോമിനേക്കാളും നമുക്ക് പെട്ടെന്നൊരു വിശ്വാസത്തിലെടുക്കുകയോ നമ്മൾ കുറേയൊക്കെ അധികം വ്യാപരിക്കുകയോ ചെയ്യുന്ന ഒരിടമാണ് ഫേസ്ബുക്ക്. ഒരു പക്ഷേ ഇൻസ്റ്റയിൽ മാത്രം പരിചയപ്പെട്ട ഒരു സുഹൃത്തിനെ എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ ഫേസ്ബുക്കിൽ അങ്ങനെയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ആളുകളായി മാറിയ പലരും ഫേസ്ബുക്ക് വഴി വന്നിട്ടുണ്ട്. ഒരുപാട് സൗഹൃദങ്ങൾ, സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും അങ്ങനെ ഒരുപാട് വലിയ കൂട്ടായ്മകളുടെയൊക്കെ ഭാഗമാകാൻ അങ്ങനെ പറ്റിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഒരു യാത്ര ട്രാവൽ ഗ്രൂപ്പൊക്കെ ഉണ്ട്. അതൊക്കെ തന്നെ ഫേസ്ബുക്ക് വഴി വന്നിട്ടുള്ള അങ്ങനെ ഉണ്ടായി കിട്ടിയതാണത്. എനിക്ക് സോഷ്യലി ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യം ഒരിക്കൽ ഓർമ്മയില്ലേ, ഞാൻ രാത്രി ഒരു ബസ് കയറാൻ നിന്നപ്പോൾ മൊത്തം ഇരുട്ടായിരുന്നു ആ ഭാഗത്ത്. അത് ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു, ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ഇട്ടു. പിറ്റേ ദിവസം രാവിലെ മന്ത്രിയുടെ നിർദ്ദേശത്തിൽ അല്ലെങ്കിൽ ഗതാഗത വകുപ്പ് സെക്രട്ടറിയുടെ നിർദ്ദേശത്തിൽ അവിടെ പോയി അവിടെ ലൈറ്റ് ഇട്ടു. ഇപ്പം ഞാൻ ആ വഴി വരുമ്പോഴൊക്കെ അഭിമാനത്തോടെ ആ വണ്ടിയിലെ ലൈറ്റ് നോക്കാറുണ്ട്. നമ്മുടെ ഓഫീസിലുള്ള കുട്ടികളൊക്കെ ആ വഴി പോയി വരുന്നവരൊക്കെ പറയും, ചേച്ചി അവിടെ എപ്പോഴും ലൈറ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ഫേസ്ബുക്കിന് നന്ദി പറയുന്നു. കാരണം ഫേസ്ബുക്കിൽ ആ വീഡിയോ ഇട്ടു, ആളുകൾ മുഴുവൻ റെസ്പോണ്ട് ചെയ്തു. അത് കണ്ടിട്ടാണല്ലോ അവരും റെസ്പോണ്ട് ചെയ്യണത്. അപ്പോൾ സാമൂഹ്യമായിട്ട് നമുക്ക് അങ്ങനത്തെ അത് മാത്രമല്ല, എനിക്ക് വേറൊരു അനുഭവം കൂടിയുണ്ട്. ഒരിക്കൽ എനിക്ക് പരിചയമുള്ളൊരു കുട്ടി ഒരു ഫിസിക്കലി ചാലഞ്ച്ഡായ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട്, ഫിസിക്കലി ചലഞ്ച്ഡായ ഒരു കുട്ടിയാണ് എന്നോട് പറയുന്നത്, മറ്റൊരു കുട്ടിക്ക് അതുപോലത്തെ മറ്റൊരു കുട്ടിക്ക് ഒരു വീൽ ചെയർ വേണം, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാനിങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ആദ്യം ഈ പറഞ്ഞ പോലെ നമ്മുടെ സ്വന്തം സ്പേസ് ഫേസ്ബുക്കാണ്. ഞാൻ അങ്ങോട്ട് അവിടെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. അന്ന് രാവിലെ പോസ്റ്റ് ഇട്ടു, ഉച്ചയായപ്പോഴത്തേക്കും ഒരു സ്ട്രെയിഞ്ചർ എനിക്ക് മെസ്സേജ് അയച്ചു. ഞാൻ വിചാരിക്കുന്ന ഒരു ക്രൗഡ് ഫണ്ടിങ് പോലെ കുറച്ച് പേരിൽ നിന്ന് പൈസ കിട്ടിയാൽ നമുക്ക് ചെയ്യാമായിരുന്നു. ഒരു സ്ട്രെയിഞ്ചർ എനിക്ക് മെസ്സേജ് അയച്ചു, ഞാൻ ആ കുട്ടിക്ക് വീൽ ചെയർ വാങ്ങിക്കൊടുക്കാം. അപ്പോൾ നമുക്കൊരു ചെറിയ വിശ്വാസക്കുറവുണ്ട്. അപ്പം ഞാൻ ഒന്നും കൂടെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തു, അവരുമായിട്ട് സംസാരിച്ചു, ഇതിൻ്റെ കോട്ട് അങ്ങോട്ട് അയച്ചു കൊടുത്തു. അവർ ഓക്കെ പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞിന് ഒരു വീൽ ചെയർ കിട്ടി. ലക്ഷ്മിക്കും ഇല്ലേ സമാനമായ അനുഭവം? ശരിക്കും നമ്മുടെ പല വാർത്തകൾക്കും ഇമ്പാക്റ്റ് ചിലപ്പം പലപ്പോഴും ആ വാർത്തകൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ നമുക്ക് ഫേസ്ബുക്ക് സുഹൃത്തുക്കളായിരിക്കും പലപ്പോഴും ആ ഒരു സഹായവുമായിട്ട് ആദ്യം വരുന്നത്. നമ്മൾ അവരെ ആയിരിക്കും ആദ്യം വിശ്വാസത്തിലെടുക്കുന്നത്. വേറൊരു ഓഡിയൻ വരുന്നതിനേക്കാളും പെട്ടെന്ന് നമ്മൾ അവർ സഹായിക്കാമെന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെയൊക്കെയുള്ള അനുഭവം. ഇപ്പോൾ ഒരു വീട് ശരിക്കും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഫേസ്ബുക്ക് വഴി ഇങ്ങനെ. അങ്ങനെ അമേരിക്കയിലുള്ള ഒരാളെ സഹായിച്ചിട്ട് ഇപ്പം ഒരു വീട് ഒരാൾക്ക് വേണ്ടി നമ്മുടെ ഒരു വാർത്തയുടെ ഇമ്പാക്റ്റ് ആയിട്ട് അങ്ങനെയൊക്കെ ഒരുപാട് വാർത്തയുടെ ഒരു ഇമ്പാക്റ്റ് ആണെങ്കിലും ഫേസ്ബുക്ക് വഴിയാണ് കൂടുതൽ ഉണ്ടാവുന്നത്. അതായത് നമ്മുടെ ജീവിതത്തിൽ ഫേസ്ബുക്ക് ടച്ച് ചെയ്യാതെ പോകുന്ന നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ വാർത്ത, നമ്മുടെ സോഷ്യൽ ലൈഫ്, നമ്മുടെ പേഴ്സണൽ വിഷമങ്ങൾ, സന്തോഷങ്ങൾ, ചുരുക്കത്തിൽ നമ്മുടെ ജീവിതത്തെ സ്പർശിക്കാതെ, ഇപ്പം എനിക്കും ലക്ഷ്മിക്കും പ്രത്യേകിച്ച്, ബാക്കിയുള്ളവർ പലതും പല തരത്തിലൊക്കെ ഫേസ്ബുക്ക് ഭയങ്കര മോശം എക്സ്പീരിയൻസ് തന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ആ മോശം എക്സ്പീരിയൻസ് ഇപ്പോൾ ബുള്ളിങ്ങും അല്ലെങ്കിൽ സൈബർ അറ്റാക്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് വാർത്തകളുടെ പേരിൽ. എനിക്ക് തോന്നിയിട്ടുള്ളൂ ശ്രീജ, സമൂഹം എത്ര മോശം അനുഭവമാണോ നമുക്ക് തരുന്നത്, സമൂഹം എങ്ങനെയാണോ നമ്മളെ ബുള്ളി ചെയ്യുന്നത്, അതുപോലെയൊക്കെ തന്നെയാണ് ഫേസ്ബുക്കും ചെയ്യുന്നത്. അല്ലെങ്കിൽ ഫേസ്ബുക്കിനകത്തും ആ ഒരു സമൂഹം തന്നെയാണ്, സമൂഹത്തിലുള്ള ആളുകൾ തന്നെയാണ്. അപ്പം നമ്മൾ അവിടെ അങ്ങനെ ആയത് കാരണം ഞാൻ അവിടെ ഇല്ല എന്ന് പറയുന്നത്, ഞാൻ ഇങ്ങനെ ആയത് കാരണം സമൂഹത്തിൽ ഇറങ്ങുന്നില്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ് എനിക്ക് തോന്നാറുള്ളത് പലപ്പോഴും. എന്നാൽ പിന്നെ നമ്മൾ അടച്ചു കെട്ടി വീട്ടിലിരിക്കേണ്ടി വരും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. അല്ല, വർത്താനം പറഞ്ഞിരുന്നാൽ മതിയോ? വാർത്ത ഷൂട്ട് ചെയ്യണ്ടേ? ശരി, പോവാം.